പ്രാപ്തരും കഴിവുമുള്ളവരെ സ്ഥാനാർത്ഥികളാകും. ജയരാജനേക്കാൾ കഴിവുള്ളവർ സ്ഥാനാർത്ഥികളാകും. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥി പട്ടികയാവും. ജയരാജനേക്കാൾ കഴിവുള്ളവർ വരും. അതൊക്കെ സ്ഥാനാർത്ഥിത്വമൊക്കെ പാർട്ടി ആലോചിക്കുന്നതേ ഉള്ളൂ. ഒറ്റ ലക്ഷ്യമേ ഇടതുപക്ഷത്തിനുള്ളൂ. കഴിവും പ്രാപ്തിയും ഉള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവും. അല്ല, നമ്മൾ മണ്ഡലം സംബന്ധിച്ച സീറ്റ് വിഭജന ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ല. അത് ചർച്ച ആരംഭിക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്ന് നിലവിൽ ഇടതുപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകൾ CPIM അവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ നോക്കുന്നു എന്ന് പറയുന്നത് ശരിയായ വാർത്തകളല്ല. എല്ലാം ഇടതുപക്ഷത്തിൽ CPM തന്നെ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും ചിലർക്ക്. പക്ഷെ മുന്നണിയായിട്ടാണ് മത്സരിക്കുക. 140 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ മുന്നണിയിലെ ഓരോ കക്ഷിയും മത്സരിക്കേണ്ട സീറ്റ് സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതത് പാർട്ടികളാണ് അതത് സീറ്റിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. അത് കടന്നൊന്നുമല്ല. 110 സീറ്റ് കിട്ടത്തക്ക നിലയിലുള്ള ഭരണ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്. അതിന് ഒരു തെറ്റായിട്ടുള്ള ചിന്തയുണ്ടാവുന്ന വിധത്തിൽ വന്നതല്ല. 57 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം 1-ാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ചെറിയ വോട്ടിന് മാത്രം വ്യത്യാസമുള്ള 50-ലേറെ മണ്ഡലങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ നിലയിൽ ഇടതുപക്ഷത്തിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം അണിചേരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതെല്ലാം ചർച്ച ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അതെ, അതെല്ലാം ചർച്ച ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്ത് വേണമെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. സ്ഥാനാർത്ഥികളെ കുറിച്ചോ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്നോ ഒന്നും പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. ആദ്യം വേണ്ടത് LDF ചർച്ച ചെയ്ത് മുന്നണിയിലെ ഓരോ കക്ഷിക്കുമുള്ള സീറ്റ് തീരുമാനിക്കണം. അല്ല, അത് നാട്ടിലെ ജനങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് എന്നതല്ലേ. ഏത് സ്ഥാനാർത്ഥിയാണ് നല്ലത്, ഏതാളാണ് ജയിക്കേണ്ടത്, അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്.